ഗുരുവായൂരിൽ പോയി പ്രാർത്ഥിച്ചു. 50 റുപ്യ അവിടെ ചെലവ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഛർദ്ദിക്കാൻ തുടങ്ങി, ഗർഭിണിയായി, പ്രസവിച്ചു, തുലാഭാരം നടത്താൻ അവിടെ പോയി. അങ്ങനെയാണ് റസാഖ് സ്വാമി ഉണ്ടാകുന്നത്, മൊയ്തീൻകുട്ടി സ്വാമി ഉണ്ടാകുന്നത്. പറഞ്ഞില്ലേ അല്ലാഹു, ഫകഅന്നമാ ഖറ മിനസ്സമാ, അവൻ ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു ത്വയ്റു, പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു. ഔ തഹ്വീ ബിഹി റീഹു, അല്ലെങ്കിൽ കാറ്റവനെ എടുത്തു കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ പറ്റും. എന്ത് വേണം? സൂറത്തുൽ ബഖറയിലെ 286 ആയത്തിൽ അല്ലാഹു പറഞ്ഞ പോലെ, ലാ ഇക്റാഹ ഫിദ്ദീൻ, നിർബന്ധ മതപരിവർത്തനമില്ല. കാശ് കൊടുത്ത്, വീട് കൊടുത്ത്, ചായ വാങ്ങിച്ചു കൊടുത്ത്, ചോറ് കൊടുത്ത്, മരുന്ന് കൊടുത്ത്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ആളുകളെ മതത്തിൽ ചേർക്കാൻ പറയുന്ന ശബാബ്, പറയുന്ന ക്രൈസ്തവ മിഷണറി, ഇസ്ലാമിൻ്റെ ധീരമായ പ്രഖ്യാപനം, പോലീസിൻ്റെ പിൻബലമില്ലാത്ത, പട്ടാളത്തിൻ്റെ പിന്തുണയില്ലാത്ത പാവപ്പെട്ട ഇസ്ലാമിൻ്റെ സന്ദേശം, ലാ ഇക്റാഹ ഫിദ്ദീൻ, നിർബന്ധ മതപരിവർത്തനമില്ല, മതത്തിൽ ബലാത്കാരമില്ല. എന്താ കാരണം? കത്തബയ്യനു റുശ്ദു മിനൽ ഗയ്യ്, ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗം വേർതിരിഞ്ഞു കഴിഞ്ഞു. അതാണ് ഇന്നാ ഹദൈനാഹു സബീൽ, നാം അവന് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ, വേണമെങ്കിൽ നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ നന്ദിയില്ലാത്തവനാകാം. ഫമൻ ശാഅ ഫല്യുമിൻ, ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം. വമൻ ശാഅ ഫല്യക്ഫുർ, ഇഷ്ടമുള്ളവന് അവിശ്വസിക്കാം. അല്ലേ? ഇതാണ് വഹദൈനാഹു നജ്ദൈൻ, 2 വഴിയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹ, ആത്മാവിനെ ശരിപ്പെടുത്തിയ രീതിയെയും തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, അതിൻ്റെ അധാർമികമായ വശത്തെയും അതിൻ്റെ ഭക്തിയുടെ വശത്തെയും ആ ആത്മാവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് മാറി നിൽക്കുന്നു, പ്രവാചകന്മാർ വരുന്നു, പ്രബോധനം നിർവഹിക്കുന്നു, ദൈവിക ഗ്രന്ഥങ്ങൾ ഇറങ്ങുന്നു, ഏടുകൾ ഇറങ്ങുന്നു. ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവർ സ്വീകരിക്കാം. നരക്കാതിരിക്കാൻ നിവൃത്തിയില്ല, നരച്ചേ പറ്റൂ, മരിച്ചേ പറ്റൂ. ഉറങ്ങണ്ട എന്ന് വിചാരിച്ച് എത്ര മണിക്കൂർ കടിച്ചു പിടിച്ച് നിൽക്കാം? കണ്ണു തുറന്നിട്ട് കഴിയില്ല. ഉണരണ്ട എന്ന് എത്ര നേരം വിചാരിച്ച് ഉണരാതിരിക്കാം? കഴിയില്ല. വിശക്കണ്ട എന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. ഭക്ഷണം നല്ലോണം കഴിച്ചാൽ വിശപ്പടങ്ങിയേ പറ്റൂ, വിശന്നേ പറ്റൂ. എന്നാൽ അതേപോലെ നിസ്കരിച്ചേ പറ്റൂ എന്നുണ്ടോ? ഇല്ല. നോമ്പെടുത്തേ പറ്റൂ എന്നുണ്ടോ? ഇല്ല. വേണോ? മതം സ്വീകരിച്ചേ പറ്റൂ എന്നുണ്ടോ? ഇല്ല. വേണോ? വേണമെങ്കിൽ ഇതാ ഒരു മതം. ആ മതം ഇത് ഇഹലോകത്തിൻ്റെ ആവശ്യമല്ല. എത്ര ആളെ മതത്തിൽ ചേർത്തു? ലിസ്റ്റ് എവിടെ? അത് കൊടുക്കാനല്ല. പിന്നെയോ പരലോകത്ത് അവർക്ക് സ്വർഗം ലഭിക്കാൻ. ഇഹലോകത്തൊരാവശ്യമില്ല. ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ, സത്യം സ്വീകരിച്ചില്ലെങ്കിൽ, ഏകദൈവ വിശ്വാസം സ്വീകരിച്ചില്ലെങ്കിൽ ഇഹലോകത്തിൻ്റെ മുഖത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ചായ കുടിക്കാതിരിക്കോ? ഭക്ഷണം കഴിക്കാതിരിക്കോ? കച്ചവടം നടക്കാതിരിക്കോ? ഇല്ല. പിന്നെന്താ? പരലോകമുണ്ട്. ആ പരലോകത്തിൽ വിശ്വസിച്ചുകൊണ്ട് സത്യം സ്വീകരിച്ചാൽ കച്ചവടത്തിൻ്റെ രീതിയിൽ മാറ്റം വരുന്നു, കൃഷിയുടെ രീതിയിൽ മാറ്റം വരുന്നു, ഇടപാടിലും ഏർപ്പാടിലും ഇടപെടലിലും മാറ്റം വരുന്നു, നോട്ടത്തിലും നീക്കത്തിലും സംസാരത്തിലുമെല്ലാം മാറ്റം വരുന്നു, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മധർമ്മങ്ങൾ മാറ്റം വരുന്നു, കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ മാറ്റം വരുന്നു. അല്ലേ? എന്നാൽ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചാലോ? ജീവിക്കാം, അല്ലേ? സുഖമായി ജീവിച്ചൂടെ? സുഖമായി ജീവിക്കാം. പക്ഷേ പരലോകമുണ്ട്. അതുകൊണ്ട് സന്മാർഗവും ദുർമാർഗവും വേർതിരിഞ്ഞു കഴിഞ്ഞു. ജനങ്ങളെ സത്യത്തിൻ്റെ സന്ദേശം ഇതാ മുമ്പിൽ വെക്കുന്നു, സ്വീകരിക്കാം. അപ്പോൾ നിർബന്ധ മതപരിവർത്തനം ഇല്ല. ഇഷ്ടമുള്ളവനെ വിശ്വസിക്കാം, ഇഷ്ടമില്ലാത്തവനെ അവിശ്വസിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഫമൻ യക്ഫുർ ബിത്വാഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസ്വാമ ലഹാ. അന്യദൈവങ്ങളെ വെടിഞ്ഞ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ മുറുകെ പിടിക്കുമ്പോൾ അവൻ ശക്തമായ ഉറപ്പുള്ള കയറാണ് മുറുകെ പിടിച്ചത്. അത് അഴിഞ്ഞു പോവുകയില്ല. ഈ ബലവത്തായ പാശം മുറുകെ പിടിച്ച് സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കുക. അള്ളാഹു എന്ന വാക്ക് ഇസ്ലാമിൻ്റെ ദൈവത്തിൻ്റെ, മുസ്ലിങ്ങളുടെ പ്രത്യേകമായ ദൈവത്തിൻ്റെ, പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡായ ദൈവത്തിൻ്റെ പേരാണോ? അല്ല. ക്രൈസ്തവ ലോകം അറബി ഭാഷയിൽ
ഇറക്കുന്ന കോടിക്കണക്കിന് ബൈബിളിൽ ദൈവത്തിൻ്റെ പേര് യഹോവ എന്നല്ല, അല്ലാഹു എന്നാണ്. ഹൈന്ദവ സഹോദരങ്ങൾ അറബ് നാടുകളിൽ അവരുടെ കടകളുടെ, കമ്പോളങ്ങളുടെ, ഫാക്ടറികളുടെ ബില്ലിലും നോട്ടീസിലുമൊക്കെ ദൈവത്തിൻ്റെ പേരെഴുതിയിരിക്കുന്നത് ഹിരണ്യഗർഭൻ പരമേശ്വരൻ എന്നല്ല, അല്ലാഹു എന്നാണ്. കാരണം ബിംബമില്ലാത്ത, ജാറമില്ലാത്ത, ചിത്രമില്ലാത്ത, പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ അല്ലാത്ത, മണ്ഡപത്തിലും ശ്രീകോവിലും അൾത്താരയിലും പ്രതിഷ്ഠയിലും ഒതുങ്ങാത്ത ദൈവത്തിൻ്റെ പേര് അല്ലാഹു എന്നാണ്. ഈ തത്വത്തിലേക്കാകുന്നു ക്ഷണം. പലിശയില്ലാത്ത ചൂഷണമില്ലാത്ത സാമ്പത്തിക ക്രമത്തിൻ്റെ പേരെന്താ? ഇസ്ലാമിക് ബാങ്ക്. ഹിന്ദു നടത്തുന്നതായാലും ക്രിസ്ത്യാനി നടത്തുന്നതായാലും നിരീശ്വരവാദി നടത്തുന്നതായാലും ശരി, പലിശയില്ലാത്ത കൗണ്ടറിൻ്റെ പേര് ഇസ്ലാമിക് കൗണ്ടർ എന്നാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത്, പേരിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കണ്ട. ലോകത്തിലെ 400-ലധികം ലീഡിംഗ് ബാങ്കുകളിൽ ഇസ്ലാമിക് കൗണ്ടർ തുടങ്ങി. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ പേരാണ് അല്ലാഹു. ജനങ്ങളെ, ലോകം മുഴുവൻ പലിശയില്ലാത്ത, ചൂഷണമില്ലാത്ത, തട്ടിപ്പില്ലാത്ത, വെട്ടിപ്പില്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് നീങ്ങാൻ പോകുമ്പോൾ നമ്മൾ എവിടെയാ ഉള്ളത്? പലിശ കൊടുക്കുന്നുണ്ടോ? പലിശ വാങ്ങുന്നുണ്ടോ? പലിശ കൊടുത്തിട്ട് അന്യരുടെ കണ്ണുനീരിൽ കുതിർന്ന, അന്യരുടെ വിയർപ്പിൽ കുളിച്ച, അന്യരുടെ ചോര നീരാക്കിയ ആ നോട്ടുകെട്ടുകൾ നിങ്ങൾ വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്നുണ്ടോ? തെറ്റല്ലേ? പലിശയെപ്പറ്റി മതങ്ങൾ എന്താ പറഞ്ഞത്? പലിശയെ വിമർശിക്കാത്ത മതങ്ങൾ എവിടെ? സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പലിശ വാങ്ങരുത്, പലിശ കൊടുക്കരുത്, പലിശ കണക്കെഴുതരുത്, പലിശക്ക് കൂട്ടുനിൽക്കരുത്. വ്യവസായങ്ങളുടെ നഗരത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇതാ ഇസ്ലാമിൻ്റെ സ്വാഗതം. പലിശയില്ലാത്ത ഒരു സംവിധാനം. എങ്ങനെ പലിശയില്ലാതെ കച്ചവടം നടത്താം? മാർച്ച് 31 പലിശയിൽ നിന്ന് എങ്ങനെ മോചനം നേടാം? ചിന്തിക്കണം. അതിൻ്റെ എക്സ്പെർട്ടുകളുമായി സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, സംവിധായകൻ, നിർമ്മാതാവ്, ജഗന്നിയന്താവ് എല്ലാം ആയ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, ഈ അള്ളാഹു മനുഷ്യന് നൽകിയ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം, അതിൻ്റെ അടിസ്ഥാനം നമ്മളെല്ലാവരും ഒരു മാതാവിൻ്റെ, പിതാവിൻ്റെ മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. ദൈവവിശ്വാസം, ഏകദൈവവിശ്വാസത്തിൻ്റെ രീതിയിലേക്ക് ശരിപ്പെടുമ്പോൾ എല്ലാവിധ കലഹങ്ങളും വഴക്കുകളും വക്കാണങ്ങളും അവസാനിക്കുവാനുള്ള തുടക്കമായി. ശരി, എങ്കിൽ നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടാകണം. മസ്കൻ. എന്താ മസ്കൻ? വീടിൻ്റെ പേരാ മസ്കൻ. എന്താ വീടിന് മസ്കൻ എന്ന് പേരിടാൻ കാരണം? എന്താ മസ്കൻ എന്ന് വീടിന് പേരിടാൻ കാരണം? സമാധാനത്തിൻ്റെ കേന്ദ്രം. ലിതസ്കുനു ഇലൈഹാ. സൂറത്ത് ഷൂറയിലെ 21, സൂറത്ത് റൂമിലെ 21-ാമത്തെ ആയത്ത്. എന്താ 21-ാമത്തെ ആയത്ത് എന്താ പറഞ്ഞത്? മിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നു എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. മൃഗങ്ങൾ, ലോകത്തെമ്പാടുമുള്ള കോടാനകോടി മൃഗങ്ങൾ, കൃമികൾ, കീടങ്ങൾ, പ്രാണികൾ ആരും കല്യാണം കഴിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ അവയ്ക്കൊന്നും ലൈംഗിക രോഗമില്ല. മൃഗങ്ങൾ, ആൺമൃഗങ്ങൾ പെൺമൃഗങ്ങളുടെ പുറത്ത് കയറുന്നു, ഇണചേരുന്നു, കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ? അത് തള്ളയാകാം, മകളാകാം, പെങ്ങളാകാം, മകളാകാം, അല്ലേ? ഇത് പിതാവാകാം, മകനാകാം, ആങ്ങളയാകാം, ആരുമാകാം. പക്ഷേ അവക്കിടയിൽ ലൈംഗിക രോഗമില്ല. അപ്പോൾ പ്രശ്നം വെറും ശരീരത്തിൻ്റെ ശാസ്ത്രമല്ല. മനുഷ്യനും ജീവിയാണ്, മൃഗങ്ങളും ജീവികളാണ്. അവക്ക് ലൈംഗിക രോഗം വരുന്നില്ല. മനുഷ്യന് വിവാഹത്തിനപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ ലൈംഗിക രോഗമുണ്ടാകുന്നു. ശരിയല്ലേ? ഡെൻമാർക്കിലും പടിഞ്ഞാറൻ നാടുകളിലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വലിയ വലിയ മുദ്രാവാക്യങ്ങളുമായി നെടുനെടുങ്കൻ പ്രകടനങ്ങൾ നടന്നു. എന്തിന്? ലൈംഗിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ആണും കല്യാണം കഴിക്കാൻ വേണ്ടി, പെണ്ണും കല്യാണം കഴിക്കാൻ വേണ്ടി, അന്യരോടൊപ്പം കല്യാണത്തിന് മുമ്പ് പരിചയപ്പെട്ടിട്ട് വേണമെങ്കിൽ കല്യാണം കഴിക്കുന്ന അവസ്ഥയുണ്ടാക്കാൻ വേണ്ടി,
നിർബന്ധിതമായി ഗവൺമെൻറ്റുകൾ അതിന് അനുവാദം കൊടുത്തു. അങ്ങനെ സ്വയംഭോഗവും സ്വവർഗഭോഗവും ലൈംഗികമായ അരാജകത്വങ്ങൾ നിറഞ്ഞ വർഗവ്യത്യാസമില്ലാത്ത ലിംഗവ്യത്യാസമില്ലാത്ത വിവാഹങ്ങളും പെരുകി. ഇപ്പോഴോ കൈ കൊടുക്കാൻ പേടിയായി. എന്താ? എയ്ഡ്സ്. കൈ കൊടുക്കാൻ പേടിയായി. ഒരാൾ ഉപയോഗിച്ച ഗ്ലാസോ പാത്രമോ ടവലോ ഉപയോഗിക്കാൻ പേടിയായി. ഈ ലോകത്ത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ മാരകമായ രോഗം ലക്ഷക്കണക്കിന് ആളുകളെ ഒന്നിച്ച് കാർന്നു തിന്നു, അല്ലേ? ഇപ്പോൾ മൃഗങ്ങൾ കല്യാണം കഴിക്കുന്നില്ല, മൃഗങ്ങൾ വസ്ത്രം ധരിക്കുന്നില്ല, മൃഗങ്ങൾ പാചകം ചെയ്യുന്നില്ല, എഴുതുന്നില്ല, വായിക്കുന്നില്ല. സ്കൂൾ വേണ്ട, കോളേജ് വേണ്ട, യൂണിവേഴ്സിറ്റി വേണ്ട, കടകളും കമ്പോളങ്ങളും വേണ്ട, ഒരു ചില്ലിക്കാശ് അവർക്ക് ആവശ്യമില്ല, വീട് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. മനുഷ്യൻ മഹാമോശം, അല്ലേ? മനുഷ്യന് ഇതൊക്കെ വേണം, ഇതൊക്കെ വേണം. കരിച്ച് പൊരിച്ച് വേവിച്ച് തിളപ്പിച്ച് തണുപ്പിച്ച് ചൂടാറ്റി കഴിക്കണം, ഇല്ലെങ്കിൽ വയറിളക്കം പിടിക്കും. മൃഗങ്ങൾക്കോ ഒരു പ്രശ്നമല്ല. മൃഗാശുപത്രിയുണ്ടോ? പെരുമ്പാവൂരിൽ എണ്ണം ഉണ്ടാകും. ആശുപത്രികളോ? മനുഷ്യാശുപത്രികളോ? ആശുപത്രികളുടെ നഗരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ആശുപത്രികളുടെ മഹാനഗരങ്ങൾ ഉണ്ടായിരിക്കുന്നു. പണ്ട് നമ്മുടെ വല്യാപ്പ ഒരു ഗുളികയുടെ 4-1 കഷ്ണം പൊട്ടാക്കി എടുത്തിട്ട് വായ നല്ലോണം തുറന്നിട്ട് അണ്ണാക്കിലേക്ക് മെല്ലെ ഒന്നിട്ടിട്ട് 2 കുടം വെള്ളം കുടിക്കും. ഇപ്പോഴോ ചോറുണ്ടെന്ന പോലെ ഒന്നിച്ച് ഗുളിക വാരിയെടുത്ത് വായിലേക്ക് അങ്ങിട്ടിട്ട് വെള്ളം കൂടി കുടിക്കണ്ട. രോഗങ്ങളുടെ സഞ്ചരിക്കുന്ന ശവമഞ്ചമാണ് മനുഷ്യൻ. എന്താ കാരണം? കാട്ടുമൃഗങ്ങള് സുഖമായി ജീവിക്കുകയാണ്, ഒരു പ്രശ്നവും അവക്കില്ല. പിന്നെ ഉള്ളത് വളർത്തുമൃഗങ്ങൾക്ക് സ്വസ്ഥതല്ല, വളർത്തുമൃഗങ്ങൾക്ക് രോഗങ്ങളാ. എന്തേ കാരണം? ഒറ്റ കാരണം, മനുഷ്യൻ അവയെ ഒന്ന് തൊട്ടു. വേറൊരു കുഴപ്പമില്ല. അവയെ വളർത്തുന്ന ഉത്തരവാദിത്വം മനുഷ്യനേറ്റെടുത്തു. വളർത്തുമൃഗമാണോ? രോഗമുണ്ട്, മനുഷ്യന് രോഗമുണ്ട്. എന്താ പ്രശ്നം? ഇത് ശരീരശാസ്ത്രം മാത്രമാണോ? അതോ അതിനപ്പുറം ചിലതില്ലേ? ഉണ്ട്. അതുകൊണ്ട് മനുഷ്യനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു പടച്ചോൻ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നമ്മളോട് പറഞ്ഞു, കുടുംബം വേണ്ട, കുടുംബത്തെ ഇല്ലാതാക്കുക. ഇത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആശയം മാത്രമല്ല, അനാദികാലം മുതലേ അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. പരിശുദ്ധമായ കുടുംബ വ്യവസ്ഥക്കെതിരെയുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആക്രോശം നമ്മൾ കാണുക, വായിക്കുക, മനസ്സിലാക്കുക, അല്ലേ? അതുകൊണ്ടാണ് എംഗൽസിൻ്റെ ലേഖനങ്ങളിൽ, ലെനിൻ്റെ ഒക്കെ ലേഖനങ്ങളിൽ ഭാര്യയേക്കാൾ സ്വാതന്ത്ര്യം വേശ്യക്കാണ്. വേശ്യ അപ്പോൾ വാടക കൊടുക്കുന്നു, ഭാര്യ എന്നേക്കുമായിട്ട് വാടക കൊടുക്കുകയാണ് എന്നൊക്കെ കുടുംബ സംവിധാനത്തെ തകർക്കുന്ന വാചകങ്ങൾ എഴുതി വെച്ചത്. അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ മറന്നുപോയിട്ടുണ്ടാകാം, മറക്കട്ടെ, അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ആശയങ്ങൾ വീണ്ടും തിരിച്ചു വരാൻ ഇടവരരുത്. അപ്പോൾ വിവാഹം, മൃഗങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, അല്ലേ? അടുക്കളകൾ വേണ്ട, ഒന്നും വേണ്ട. എന്താണ് മനുഷ്യന് ഇങ്ങനെയാകാൻ എന്താണ്? അവൻ ഇവിടുത്തുകാരനല്ല, മനുഷ്യൻ ഇവിടുത്തേക്ക് വേണ്ടിയുള്ളവനല്ല. ജലദോഷം പിടിക്കണില്ലേ? മഞ്ഞ് പെയ്താൽ ജലദോഷം തുമ്മണില്ലേ? ഉണ്ട്. മൃഗങ്ങളോ? മഞ്ഞിൽ പൊതഞ്ഞ്, മഴയിൽ കുളിച്ച്, ചൂടിൽ ഉരുകി അവൻ കഴിയുന്നോ? അത് കഴിയുന്ന ഒരു പ്രശ്നമല്ല. മനുഷ്യനൊന്ന് പുറത്തിറങ്ങിയാൽ അസുഖമായി. എന്താ കാരണം? ജനങ്ങളെ, നമ്മൾ ഇവിടുത്തേക്കുള്ളവരല്ല. പിന്നെ എവിടെയാ? നമ്മളെയൊക്കെ ഒന്ന് കുഴിച്ചു മൂടണമല്ലോ. എന്താ ചെയ്യുക? ഒന്നുമില്ല. 1 മൈൽ നീളം, 1 മൈൽ വീതി, 1 മൈൽ ആഴമുള്ളൊരു കുഴി കുഴിച്ച് അടുക്കിങ്ങി വെച്ചാൽ ഫിനിഷ്, കഴിഞ്ഞു. ഇനി അതിന് സമയമല്ലേ? നേരെ കടലിലേക്ക് അടിച്ചു വാരിയും കിട്ടാൽ മതി. കുളു ശബ്ദം. പിന്നെ ഒരു പ്രശ്നമല്ല, ഒരു സ്ഥലം ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. മലത്തിൻ്റെ ബലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഡിസെൻട്രി പിടിച്ചാൽ വീണുപോയി. എന്തേ പ്രശ്നം? അപ്പോൾ എന്താ കാരണം? നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ ഇവിടേക്ക് വേണ്ടിയുള്ളവരല്ല. അതാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് പറഞ്ഞത് സൂറത്തു ആൽ ഇമ്രാനിലെ 185-ാമത്തെ ആയത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം രുചിക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ കർമ്മഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുക അന്ത്യനാളിൽ മാത്രമാണ്.
ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തപ്പെടുന്നത് അവനാണ് വിജയിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അതുകൊണ്ട് ഇഹലോക ജീവിതം നമ്മളെ വഞ്ചിക്കുന്ന വിഭവങ്ങൾ മാത്രമാണ്. നമ്മൾ പരലോകത്തേക്ക് പോകേണ്ടവരാണ്. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്. അതുകൊണ്ടാണ് സത്യം സ്വീകരിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ അയച്ചത്. അതുകൊണ്ടാണ് ദൈവിക ഗ്രന്ഥങ്ങൾ നൽകിയത്. അതിനാണ് ബുദ്ധി നൽകിയത്. ഇവിടെ ജീവിക്കുവാൻ ബുദ്ധിയുടെ അത്യാവശ്യമില്ല. ഇവിടെ ജീവിക്കുവാൻ വിദ്യാഭ്യാസം അത്യാവശ്യമില്ല. ഇവിടെ ജീവിക്കുവാൻ വിവേകം അത്യാവശ്യമില്ല. പക്ഷേ പരലോകമുണ്ട്. ആ പരലോകത്ത് സ്വർഗം വേണോ വേണ്ടേ? വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ വഴി തിരഞ്ഞെടുക്കാനാണ് ബുദ്ധി. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും വഴിയുണ്ട്. ചിന്തിച്ച് മനസ്സിലാക്കണം, അല്ലേ? രണ്ട് വഴിയുണ്ട്. ഏതു വേണം സ്വീകരിക്കുവാൻ? ബുദ്ധി. അതിനാണ് പ്രവാചകന്മാർ വന്നത്. അതുകൊണ്ടാണ് സൂറത്തു സുമറിലെ 16-17 ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞത്, ഫബശ്ശിർ ഇബാദ്, എൻ്റെ അടിമകൾക്ക് സന്തോഷവാർത്ത അറിയിക്ക്. അല്ലദീന യസ്തമിഉനൽ ഖൗല, വാക്ക് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഫയത്തബിയുന അഹ്സനഹു, ഏറ്റവും നല്ലത് പിൻപറ്റുന്ന ആളുകൾ. ഉലായിക്കല്ലദീന ഹദാഹുമുല്ലാ, അവർക്കാണ് പടച്ചവൻ സന്മാർഗം കൊടുക്കുക. ഉലായിക്കഹും ഉലുൽ അൽബാബ്, അവരാകുന്നു ബുദ്ധിയുള്ളവന്മാർ. അതുകൊണ്ട് പരലോകമുണ്ട്. ആ പരലോകത്ത് രക്ഷാശിക്ഷയുണ്ട്, വിചാരണയുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, തെറ്റ് ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാണെങ്കിൽ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുക. രണ്ട് കണ്ണുമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണുമായി സ്വർഗത്തിൽ പോകുന്നതാണ്. തെറ്റ് ചെയ്യാൻ നിന്റെ കൈ കാരണമാണെങ്കിൽ ആ കൈ വെട്ടിക്കളയുക. കാരണം രണ്ട് കൈയുമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കൈയുമായിട്ട് സ്വർഗത്തിൽ പോകുന്നതാണ്. കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാജന, ശ്രീകൃഷ്ണൻ പറഞ്ഞില്ലേ? അപ്പോൾ ഒരു പരലോകത്തെ പറ്റിയുള്ള സങ്കല്പം, ഒരു പരലോകത്തെ പറ്റിയുള്ള ധാരണ മതങ്ങളിലുണ്ട്. ഇസ്ലാം വ്യക്തമായി പറഞ്ഞോ, ഫവറബ്ബിക്, നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം, പടച്ചവനാണ് സത്യം. ലനഹ്സുറന്നഹും, നാം അവരെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ശവപ്പറമ്പുകളിൽ, ചൊടലക്കളങ്ങളിൽ, സെമിത്തേരികളിൽ, ഖബർസ്ഥാനുകളിൽ, വൈദ്യുതി ശ്മശാനങ്ങളിൽ മരിച്ചുപോയ എല്ലും പല്ലും നഖവും മുടിയും മാത്രം ബാക്കിയായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാന മനുഷ്യർ വരെയുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന പരലോകം, അന്ത്യനാൾ. ലനസ്അലന്നഹും, നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. പഴകിയ പഴങ്ങളും വാടിയ പച്ചക്കറികളും കേടുവന്ന വസ്തുക്കളും കീറിയ തുണിത്തരങ്ങളും വിറ്റ് കാശാക്കിയ സഹോദരങ്ങൾ, 2 പൈസ വിലയുള്ള ചരട് മന്ത്രി ചോദി 200 രൂപയ്ക്ക് വിറ്റ കള്ളക്കച്ചവടക്കാരായ നല്ലവരല്ലാത്ത മുസ്ലിയാക്കന്മാർ, പുതിയ ഓലയിൽ എഴുതിയ ജാതകം അടുപ്പത്ത് വെച്ച് അട്ടത്ത് വെച്ച് പുക കൊള്ളിച്ച് പഴയതാക്കി കള്ളത്തരം കാണിച്ച ആളുകൾ, അങ്ങനെ എല്ലാവരെയും ഇവിടെ പിടികൂടാൻ സാധിക്കുന്നില്ല. എല്ലാവരെയും ഇവിടെ ശിക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. ഗാന്ധിജിയെ കൊന്ന RSSന്റെ നേതാവ് ഗോഡ്സെ, അബ്രഹാം ലിങ്കനെ കൊന്ന വിൽക്ക് ബൂത്ത്, 2 കോടി നിരപരാധികളെ മാർസിസം സ്ഥാപിക്കുവാൻ വേണ്ടി കൊന്ന ജോസഫ് സ്റ്റാലിൻ എന്ന ക്രൂരനായ രാജാവ്, മാർസിസത്തിന്റെ രാജാവ്, 10 ലക്ഷം ആളുകളെ കൊന്ന പോൾ പോട്ട്, അങ്ങനെ ഒബാമ വരെ, അതിനുശേഷമുള്ള ആളുകൾ വരെയുള്ള ആളുകൾ, പണമായി പണ്ടമായി പറമ്പായി അറയായി വിസയായി ജോലി വാഗ്ദാനമായി സ്ത്രീധനം വാങ്ങിയ ദുഷ്ടൻ, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. മുസ്ലിയാരുണ്ട്, മൗലവിയുണ്ട്, മൊല്ലാക്കയുണ്ട്, മുക്രിയുണ്ട്, MLA ഉണ്ട്, വാർഡ് മെമ്പറുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ കൗൺസിലർ, കോർപ്പറേഷൻ മേയർ, പ്രധാനമന്ത്രി